ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 84 സങ്കീർത്തനം 4, 5, 6 വാക്യങ്ങൾ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. താഴ്വരകളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. തിരുവചനത്തിലെ താഴ്വരകൾ നാം കണ്ടു. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികളുണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോറ രാജാവും കീൽക്കുഴികളിൽ വീണുപോയി. സിദ്ദീം താഴ്വര സ്വയത്തെയും സ്വയത്തിൻ്റെ പ്രതാപത്തെയും കുറിക്കുന്ന താഴ്വരയാണ്. അത് പാപത്തെ കുറിക്കുന്ന താഴ്വരയാണ്. നാം പിന്നെയും കണ്ടു സോരെക് താഴ്വര. സോരെക് താഴ്വരയിൽ ശിംശോൻ ദലീലായുടെ മടിയിൽ കിടന്നുറങ്ങി. സെക്സിനെ കുറിക്കുന്നു. സിദ്ദീം താഴ്വര സെൽഫിനെ കുറിക്കുമ്പോൾ സോരെക് താഴ്വര സെക്സിനെ കുറിക്കുന്നു. സോരെക് താഴ്വര സാത്താൻ്റെ പരാക്രമത്തോടു കൂടിയ യുദ്ധത്തെയും സാത്താനോടുള്ള യുദ്ധത്തിൽ ദൈവ പൈതൽ തകർന്ന് തളർന്ന് വീഴുന്നതിനെയും നാം കാണുകയാണ്. സാത്താൻ യുദ്ധോത്സുകനായി ദൈവജനത്തെ തകർക്കുവാൻ വരികയും വ്രതസ്ഥനെ പൂട്ടിയിടുകയും ചെയ്തതായി നാം കാണുന്നു. സോരെക് താഴ്വര സെക്സിൻ്റെ, ലൈംഗിക അരാജകത്വത്തിൻ്റെ ഹീനമായ വശങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന താഴ്വരയാണ്. മൂന്നാമത് നാം കണ്ടു ആഘോർ താഴ്വര, സിൽവർ, ധനമോഹം, ദ്രവ്യാഗ്രഹം, പണത്തെ സ്നേഹിക്കുന്നത് മൂലം വന്നു ചേരുന്ന വിപത്തുകളും അതുമൂലം മനുഷ്യജാതിക്ക് വരുന്നതായ കെടുതികളും ചൂണ്ടിക്കാണിക്കുന്ന താഴ്വര. ആഖാൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട താഴ്വര ആഘോർ താഴ്വര. സിദ്ദീം താഴ്വര സെൽഫിനെയും സോരെക് താഴ്വര സെക്സിനെയും ആഘോർ താഴ്വര സിൽവറിനെയും കുറിക്കുന്നു. വീണ്ടും നാം കണ്ടു ഏലാ താഴ്വര. ദാവീദ് ഗോലിയാത്തിനോടുള്ള യുദ്ധത്തിൽ ജയിച്ചതുപോലെ നാം സാത്താനോടുള്ള യുദ്ധത്തിൽ ജയിക്കുന്ന താഴ്വരയാണ് ഏലാ താഴ്വര. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. അത് വാലി ഓഫ് സെയ്റ്റൻ ആസ് വെൽ ആസ് ദ വാലി ഓഫ് സക്സസ്. അത് സാത്താനോടുള്ള യുദ്ധത്തിൻ്റെ താഴ്വരയാണ്, സാത്താനോടുള്ള ജയത്തിൻ്റെ താഴ്വരയുമാണ്. പിന്നെയും നാം കണ്ടു മരണനിഴൽ താഴ്വര, കൂരിരുൾ താഴ്വര. 23 സങ്കീർത്തനത്തിൽ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇറ്റ് ഈസ് ദ വാലി ഓഫ് ദ ഷെയ്ഡ് ഓഫ് ഡാർക്ക്നെസ് ആസ് വെൽ ആസ് ദ ഷെയ്ഡ് ഓഫ് ഡെത്ത്. അത് മരണത്തിൻ്റെ താഴ്വരയാണ്, അത് കൂരിരുട്ടിൻ്റെ താഴ്വരയാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ കൂരിരുട്ടിൽ മരണനേരത്ത് നാം തളരുകയില്ല, നാം വാടുകയില്ല, നാം സന്തോഷമുള്ളവരായി, പ്രസന്നതയുള്ളവരായി, പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കും. ഇന്ന് നാം ഇപ്പോൾ 6ാമത്തെ താഴ്വരയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. കണ്ണുനീർ താഴ്വര. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ വാലി ഓഫ് ബാഘ എന്ന് കാണും. വാലി ഓഫ് സാഡ്നെസ്, അത് ദുഃഖത്തിൻ്റെ താഴ്വരയാണ്. കണ്ണുനീർ താഴ്വര കണ്ണുനീരിൻ്റെ താഴ്വരയാണ്. 84 സങ്കീർത്തനത്തിൽ നാം അങ്ങനെയാണ് കണ്ടത്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ
അത് അനുഗ്രഹപൂർണമായി തീരുന്നു. കണ്ണുനീർ താഴ്വര, വാലി ഓഫ് സാഡ്നെസ്, ദുഃഖത്തിൻ്റെ താഴ്വര, ദുരിതത്തിൻ്റെ താഴ്വര, താഴ്വരകൾ നാം കടന്നു പോകേണ്ടി വരും. സിദ്ധിം താഴ്വരയെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. സോരക് താഴ്വരയിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. ആഘോർ താഴ്വരയെ നമുക്ക് നേരിടേണ്ടി വരും. ഏലാ താഴ്വരയിൽ ജയം നേടാൻ നാം ക്രിസ്തുവിൽ ആശ്രയിച്ച് നിന്നുകൊള്ളേണ്ടതാണ്. പോരാ, മരണനിഴൽ താഴ്വരയിൽ കൂടി, കൂരിരുട്ടിൻ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ട സന്ദർഭങ്ങളും അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുന്ന അനുഭവമുണ്ട്. കണ്ണുനീർ താഴ്വര, ദുഃഖഭൂയിഷ്ടമായ അനുഭവങ്ങളിൽ തളർന്ന് ക്ഷീണിതരായി അവശരായി പോകുന്ന അനുഭവം, കഷ്ടങ്ങളും നഷ്ടങ്ങളുമേറ്റ് വാടിപ്പിടയുന്ന അനുഭവം, കഠിനമായ വിപത്തുകളും ആപത്തുകളും ഘോരമായ അനുഭവങ്ങളുമായി ഏറ്റുമുട്ടി തകർന്ന് വലഞ്ഞു പോകുന്ന അനുഭവം, കണ്ണുനീർ താഴ്വര. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ 84-ാം സങ്കീർത്തനം എഴുതിയത് കോരഹ് പുത്രന്മാരാണ്. കോരഹ് പുത്രന്മാരാരാണ്? നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ അറിയാം. കോരഹ് മോശയുടെ ഫസ്റ്റ് കസിനാണ്. മോശയുടെ അപ്പൻ്റെ സഹോദരപുത്രനാണ് ഈ കോരഹ്. മോശയോട് മത്സരിച്ചു. മോശയിലുള്ള ദൈവിക അധികാരത്തോട് കോരഹ് മത്സരിച്ചു. മത്സരിക്കാനുമുണ്ട് ഒരു കൂട്ടായ്മ, മത്സരിക്കാനുമുണ്ട് കൂട്ടുകാർ. ദാഥാൻ, അബീറാം എന്നിങ്ങനെ പേരുള്ള ചില മത്സരികൾ കോരഹിന് പിൻബലം കൊടുത്തു. ദൈവത്തോടും ദൈവജനത്തോടും ദൈവത്തിൻ്റെ അഭിഷിക്തനോടും മത്സരിക്കാൻ കോരഹിന് കൂട്ടുകാരെ കിട്ടി. ദൈവിക വ്യവസ്ഥയോടും ദൈവിക അധികാരത്തോടും കോരഹ്, ദാഥാൻ, അബീറാം അവർ 3 പേരും മത്സരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ പരമമായ സ്നേഹോഷ്മളമായ വചനങ്ങളോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ വഴികളോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചു. ദൈവപുരുഷനോട് മത്സരിച്ചു. ദൈവത്തിൻ്റെ വ്രതസ്ഥനോട് മത്സരിച്ചു. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? കോരഹ്, ദാഥാൻ, അബീറാം അവരെ ഭൂമി പിളർന്ന് ജീവനോടെ ഭൂമി വിഴുങ്ങി. അവർ നിന്ന സ്ഥലത്ത്, അവരുടെ കൂടാരങ്ങളിൽ, അവർ പാർത്ത സ്ഥലത്ത് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ അവരവിടെ തന്നെ നിന്നു. അവരുടെ മത്സരം വിട്ടില്ല. സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ 13, 14, 15 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കോരഹിൻ്റെയും ദാഥാൻ്റെയും അബീറാമിൻ്റെയും ഭയങ്കരമായ വിനയും അത്യാഹിതവും നാം കാണുന്നുണ്ട്. അവിടെ എന്താണ് കാണുന്നത്? ദൈവം പറഞ്ഞു, മത്സരികളെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മത്സരം മതിയാക്കുവീൻ, അല്ലെങ്കിൽ ഭൂമി വിളർന്ന് നിങ്ങൾ വിഴുങ്ങിക്കളയും. അവർ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്തില്ല. ആ മുന്നറിയിപ്പ് അവർ അവഗണിച്ചു. ഫലമോ? ദൈവം കൽപ്പിച്ചു, ഈ മത്സരികളുടെ കൂടാരത്തിൽ നിന്നെല്ലാവരും മാറിപ്പോയിക്കൊള്ളുവീൻ. ഇവർ ദൈവത്തിൻ്റെ വ്യവസ്ഥയോടും ദൈവിക വചനത്തോടും ദൈവത്തിൻ്റെ വഴികളോടും മത്സരിക്കുന്നു. മാറിക്കൊള്ളുവീൻ, വേഗം വിട്ടുപോരുവീൻ, മാറിക്കൊള്ളുവീൻ. ദൈവം പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചവരെല്ലാവരും മാറി. കോരഹിൻ്റെ മക്കളും മാറി. സ്വന്തം അപ്പന് തെറ്റു വന്നപ്പോൾ, അപ്പൻ ദൈവത്തോട് മത്സരിച്ചപ്പോൾ മക്കൾക്ക് മനസ്സിലായി ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന്. മത്സരിയായ അപ്പൻ്റെ കൂടെ നിൽക്കാതെ അപ്പൻ്റെ കൂടാരത്തിൽ നിന്ന് അവർ മാറി. അവർ വേഗം പോയി യാഗപീഠത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്നു. യാഗപീഠത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചുകൊണ്ട്, രക്ഷാസങ്കേതമായ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് അവരവിടെ ഒളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമി വിളർന്ന് കോരഹ്, ദാഥാൻ, അബീറാം അവരോട് കൂടെയുള്ളവർ എല്ലാവരെയും വിഴുങ്ങിയപ്പോൾ ഈ മക്കൾ സുരക്ഷിതരായിരുന്നു. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്കതറിയാം. കോരഹിൻ്റെ പുത്രന്മാർ കോരഹ്, ദാഥാൻ, അബീറാം എന്നിവരുടെ കൂടെ അവർ മരിച്ചു പോയില്ല, അവർ നശിച്ചു പോയില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം കാണുന്നത് എന്താണെന്നോ? പിൽക്കാലത്ത്
ഈ കോരഹിൻ്റെ മക്കൾ പാടി, നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, അപ്പൻ അവിശ്വാസിയായപ്പോൾ അപ്പൻ ദുഷ്ടതയ്ക്ക് കൂട്ടാളിയായി എന്ന് മക്കൾക്ക് മനസ്സിലായി. അവിശ്വാസമുള്ള ഹൃദയമാണ് ദുഷ്ടഹൃദയം. എബ്രായ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിങ്ങളെല്ലാവർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയം. അപ്പൻ അവിശ്വാസിയായപ്പോൾ അപ്പൻ ദുഷ്ടനായിപ്പോയി. അത് മക്കൾക്ക് മനസ്സിലായി. മക്കൾ പറയുന്നു, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. 84-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങളാണിത്. പക്ഷേ അവർക്ക് വലിയ സങ്കടമുണ്ട്, അവർക്ക് വലിയ വേദനയുണ്ട്. സ്വന്തം അപ്പൻ്റെ ഘോരമായ അനുഭവം, അപ്പൻ നേരിട്ടതായ കൊടിയ ശിക്ഷ, ദൈവത്തിൻ്റെ ആ നിത്യസ്നേഹം അനുഭവിക്കാൻ കഴിയാതെ മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അപ്പന് വന്നതായ ഭയാനകമായ അപകടം, അതിനെ ഓർക്കുമ്പോൾ ആ മക്കൾ വിതുമ്പിപ്പോകുന്നു, അവർ കരഞ്ഞു പോകുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ അവർ പോകേണ്ടി വന്നു. ദുഃഖവും വേദനയും, അപ്പനെക്കുറിച്ചുള്ള ദുഃഖം, അപ്പൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ദുഃഖം, അപ്പൻ ജീവനോടെ പാതാളത്തിലേക്ക് താണുപോയല്ലോ എന്നുള്ള ദുഃഖം, ഭൂമി പിളർന്ന് അപ്പനെയും അപ്പനോടുകൂടി ഉള്ളവരെയും വിഴുങ്ങിക്കളഞ്ഞല്ലോ എന്നുള്ള ദുഃഖം, ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് വരുന്ന അപായവും അവർക്ക് വരുന്നതായ ശിക്ഷയും ഭയാനകമാണല്ലോ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വരുന്നതായ ദുഃഖം, ഇതെല്ലാം കണ്ണീരൊഴുക്കുന്നതിന് കാരണമായി തീർന്നു. അവർ പറയുകയാണ്, ബാഘായിൻ താഴ്വരയിലൂടെ ഞങ്ങൾ നടക്കുകയാണ്, കണ്ണുനീർ താഴ്വരയിൽ കൂടി ഞങ്ങൾ നടക്കുകയാണ്. സഹോദരങ്ങളെ, ആത്മാക്കളെക്കുറിച്ചുള്ള വേദനയുണ്ടാകുമ്പോൾ കണ്ണുനീർ താഴ്വരയിൽ നാം എത്തും. നശിച്ചു പോകുന്നവരെക്കുറിച്ച് നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുന്നവരെക്കുറിച്ച് നമുക്ക് വേദനയുണ്ടാകുമ്പോൾ, നിത്യ അന്ധകാരത്തിലേക്ക് പോകുന്നവരെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകുമ്പോൾ, ഇടം കയ്യേത് വലം കയ്യേത് തിരിച്ചറിയാതെ നാശത്തിലേക്ക് വഴുതി വീണു പോകുന്നവരെക്കുറിച്ച് നമുക്ക് ദുഃഖം വരുമ്പോൾ, അപ്പോൾ നാം കണ്ണുനീർ താഴ്വരയിൽ കൂടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. കണ്ണുനീർ താഴ്വരയിൽ കൂടി പോവുക. ദുഃഖം നല്ലതാണ്. പണ്ട് മലയാളത്തിലെ പ്രശസ്തനായ കവി നാലപ്പാട്ട് നാരായണ മേനോൻ കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്ന പുസ്തകം എഴുതി. ഒരു വിലാപ കാവ്യമാണത്. കണ്ണുനീരിൻ്റെ കഥയാണത്. അതൊരു കരച്ചിലിൻ്റെ കവിതയാണത്. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. സ്വർണ്ണക്കട്ട അത് ഉരുക്കും, മിഴിനീരിലിട്ട് മുക്കും, കണ്ണീരിലിട്ട് മുക്കും. ഭുവനത്തിലെ ഏകശില്പിയായ സച്ചിദാനന്ദ സ്വരൂപനായ ജഗന്നിയന്താവായ പരബ്രഹ്മസ്വരൂപമായ നിത്യനായ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ ഒരു കനകക്കട്ടയെ ഉരുക്കുന്നത് പോലെ ഉരുക്കും, കണ്ണീരിലിട്ട് മുക്കും. എന്നിട്ട് ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ, ഏതോ നല്ലൊരു ആഭരണമാക്കിയെടുക്കാൻ, മനോഹരമായ അത്യന്തം മനോജ്ഞ സുന്ദരമായ ഒരു പണിത്തരമാക്കിയെടുക്കാൻ വിശ്വശില്പിയായ ജഗന്നിയന്താവ് മനുഷ്യഹൃദയത്തെ ഉരുക്കുകയും അതിനെ ഒരു പണിപ്പാടാക്കി ഒരു ആഭരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ട് കവി പാടുകയാണ്. സ്വന്തം ജീവിതാനുഭവത്തിലെ ദുഃഖഭൂയിഷ്ടമായ അനുഭവങ്ങളെ പേർത്തും പേർത്തും ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കവി പാടുന്ന ഒരു കവിതയാണ് കണ്ണുനീർത്തുള്ളി. ആ വിലാപകാവ്യത്തിൽ പറഞ്ഞത്, ജീവിതത്തിൽ ദുഃഖം വരുന്നത്, ജീവിതത്തിൽ കണ്ണീർ ഉറന്നു വരുന്നത്, അത് ഏതോ ഒരു നല്ല ആഭരണമായി പണിയപ്പെടാൻ പോവുകയാണ് എന്നതിൻ്റെ സൂചനയെന്നാണ് കവി പറയുന്നത്. ശ്രേഷ്ഠമായൊരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നുവെന്ന്, ഉന്നതമായൊരു അനുഭവത്തിലേക്ക്, പരമയോഗ്യമായൊരു അനുഭവത്തിലേക്ക്, ഉദാത്തമായ അനുഭൂതിയിലേക്ക് നമ്മെ നയിക്കാൻ നിത്യനായ ദൈവം ഒരുക്കുന്നതായ ചില വഴികളാണ് ദുഃഖവും ദുരിതവും കണ്ണീരും വേദനയും.
കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആലയത്തിൽ കോരഹപുത്രന്മാർ വസിച്ചു. സമാഗമന കൂടാരത്തിൽ യാഗപീഠത്തിൻ്റെ മറവിൽ ബലിപീഠത്തിൻ്റെ വിറയിൽ അവർ ഒളിച്ചിരുന്നു. ദൈവകോപത്തിൽ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ, ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ തകർന്നു പോകാതിരിക്കാൻ, ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൽ നശിച്ചു പോകാതിരിക്കാൻ അവർ ഓടി. അപ്പൻ്റെ കൂടാരം വിട്ട് വേഗമോടി അവിടെ യാഗപീഠത്തിൻ്റെ മറവിൽ മറഞ്ഞു. അവർ പറയുകയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. സ്നേഹിതരെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണീരടിഞ്ഞ സന്ദർഭങ്ങൾ ഏതെല്ലാം ഉണ്ട്? കരഞ്ഞ സമയങ്ങൾ. ഞാൻ പറയും, കരഞ്ഞ സമയങ്ങളെ സന്തോഷത്തിൻ്റെ നാന്ദിയാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സന്ധിയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പാടിയത്. 30-ാം സങ്കീർത്തനത്തിൽ സന്ധിയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. കരച്ചിൽ, പല പല പ്രശ്നങ്ങൾ, പല പല ദുരിതങ്ങൾ, പല പല ആപത്തുകൾ, അടിക്കടി വേദനാവിഷയങ്ങൾ, ഒന്നുമാറി പ്രശ്നങ്ങൾ, താങ്ങാനാവാത്ത ക്ലേശങ്ങൾ, പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ, മനസ്സ് വലഞ്ഞ് വാടിപ്പോകുന്ന സന്ദർഭങ്ങൾ. ദൈവജനമേ, ജീവിതത്തിൽ അങ്ങനെ അടിക്കടി ദുരിതങ്ങൾ വരുമ്പോൾ അവിടെ ആ കണ്ണീരിനെ സന്തോഷത്തിൻ്റെ പാട്ടാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. എത്രയെത്ര ദുരിതപൂരിതമായ അനുഭവങ്ങളിലൂടെയാണ് ദാവീദ് കടന്നുപോയത്. ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടപ്പാടുകളെയാണ് ദാവീദ് അഭിമുഖീകരിച്ചത്. പക്ഷേ അതെല്ലാം നന്മയിലേക്കുള്ള ചവിട്ടുപടികളാക്കി ദൈവം ഉപയോഗിച്ച് കൊടുത്തു. ദൈവം അത് രൂപാന്തരപ്പെടുത്തി കൊടുത്തു എന്ന് ദാവീദ് അനുഭവിച്ചു. സന്ധിയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഒരു രാത്രിയിലെ കരച്ചിൽ മാത്രം. ഇനിയും ദീർഘനാളത്തെ പാട്ട് വരുന്നു, ദീർഘനാളത്തെ നൃത്തം വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയും, ദൈവം നമ്മുടെ കണ്ണുനീര് തുടച്ചു തരുമെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിന് നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും, തൻ്റെ ജനത്തിന് നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. കണ്ണുനീര് തുടയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഏങ്ങലടിക്കുമ്പോൾ അടുക്കൽ വന്ന് കണ്ണുനീർ ഒപ്പിത്തരുന്നൊരു ദൈവമുണ്ട്. ഇത് അനുഭവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുമ്പോൾ, മുന്നോട്ട് ഒരു ചൂട് വയ്ക്കാൻ വയ്യാതെ നിങ്ങൾ അമ്പരപ്പിലാകുമ്പോൾ, പരിഭ്രമം നിങ്ങളെ വലയം ചെയ്യുമ്പോൾ, ഭയവും ഭീതിയും നിങ്ങളെ അലട്ടുമ്പോൾ, നിങ്ങളെ താങ്ങാൻ നിങ്ങളുടെ അരികത്ത് വന്നു നിന്ന് നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തരുന്ന ഒരു നല്ല ദൈവത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ കരഞ്ഞിട്ടുള്ളവരാണോ? അതേ, നിങ്ങൾ പലരും കരഞ്ഞിട്ടുണ്ട്. ധാരാളം കരഞ്ഞിട്ടുള്ളവരാണോ എന്ന് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ധാരാളം കരഞ്ഞിട്ടുള്ളവരാണ്. ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ പുറമേ കരയുന്നില്ലെങ്കിലും ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഉള്ളിൽ വിതുമ്പിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഉള്ളിൽ ഏങ്ങലടിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, മനസ്സ് മാഴി വലഞ്ഞ് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, ഹൃദയം തകർന്നിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വിശ്വസിക്കൂ, നിങ്ങളുടെ വേദനയിൽ സഹതാപം കാണിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. അവൻ കണ്ണുനീർ വാർക്കുന്നവനാണ്. ബേഥാന്യയിലെ ചെറുഭവനത്തിൽ കരയുന്ന മാർത്തയുടെയും മറിയുടെയും അരികത്തിയെന്ന് ഒപ്പം കരഞ്ഞവനാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ പ്രിയപ്പെട്ടവരെ കരയുന്നത് കണ്ടപ്പോൾ യേശു കരഞ്ഞുപോയി. മാർത്തയും മറിയയും കരയുന്നത് കണ്ടപ്പോൾ യേശു കൂടെ കരഞ്ഞുപോയി. അവരുടെ ദുഃഖത്തിൽ യേശു സഹതപിച്ചു, അവരുടെ വേദനയിൽ യേശു അതിലെ പങ്കാളിയായി. യേശുവും കരഞ്ഞു. യേശു ഉള്ളം നൊന്ത് കലങ്ങി എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ബേഥാന്യയിലെ ചെറുഭവനത്തിൽ, മരണം തളം കെട്ടിയ ഭവനത്തിൽ, ലാസർ മരിച്ച് കല്ലറയിൽ വയ്ക്കപ്പെട്ടതിന് ശേഷം സഹോദരൻ്റെ മരണത്തിൽ സഹോദരിമാർ രണ്ടുപേരും വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. നാം വായിക്കുന്നൊരു വാക്യമുണ്ട്,
യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഏറ്റവും ചെറിയ വാക്യം ജീസസ് വെപ്റ്റ് എന്ന വാക്യമാണ്. ജീസസ് വെപ്റ്റ്, യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. വേദപുസ്തകത്തിലേക്കും ഏറ്റവും ചെറിയ വാക്യത്തിന് ഏറ്റവും വലിയ അർത്ഥമുണ്ട്. ഇന്നും നമ്മുടെ വേദനയിൽ പങ്കുചേർന്ന് കരയുന്ന ആ ഒരു ദൈവം, ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ കൂടെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആശ്വാസം വേണമോ? ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് വേദനിച്ചുകൊള്ളൂ. നിങ്ങൾക്ക് സ്വസ്ഥത വേണമോ? ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിൽ നിങ്ങളും പങ്കാളികളായിക്കൊള്ളൂ. നിങ്ങൾക്ക് ശാന്തി വേണമോ? ശാന്തിയില്ലാതെ അഴലുന്നവരോട് നിങ്ങളുടെ ഉള്ളിൽ സഹതാപമുണ്ടായി കഴിവുള്ള സഹായം ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളൂ. എൻ്റെ ദൈവമേ, ഞാൻ മൂലം ആരും വേദനിക്കാനിട വരരുത്, എന്നാൽ ആരുടെയെല്ലാം കണ്ണീരൊപ്പാൻ എനിക്ക് കഴിയുമോ അതിനൊരു ഭാഗ്യം എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അവൻ കണ്ണുനീര് തുടച്ചു തരുന്നവനാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് നമ്മുടെ കർത്താവ് മലപ്രസംഗത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ദുഃഖം എന്താണ് വേണ്ടതെന്നറിയാമോ? എങ്ങനത്തെ ദുഃഖമാണെന്നറിയാമോ? ദൈവം പ്രസാദിക്കുന്ന ദുഃഖം എന്താണെന്നറിയാമോ? ഇവിടെ ദുഃഖങ്ങളുണ്ട്, ലോകപ്രകാരം പല പല വിഷയങ്ങൾ ദുഃഖങ്ങളുണ്ട്. മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്നവരുണ്ട്, ഭർത്താവിനെ ഓർത്ത് ഏങ്ങലടിക്കുന്നവരുണ്ട്, ഭാര്യയുടെ ദുസ്വഭാവം കണ്ട് ദുഃഖിച്ച് വലഞ്ഞിരിക്കുന്നവരുണ്ട്, മാതാപിതാക്കളുടെ സ്വഭാവ ദൂഷ്യത്തിൽ മനസ്സ് വിഷമിച്ച് ഉലഞ്ഞ് കഴിയുന്നവരുണ്ട്, പൈസയുടെ ഞെരുക്കവും കടത്തിൻ്റെ ബാധ്യതയുമായി വലഞ്ഞ് കഴിയുന്നവരുണ്ട്, ചില മാറാ രോഗങ്ങൾ ബാധിച്ചതുകൊണ്ട് എന്നും കരച്ചിലും എന്നും നിരാശയുമായി കഴിയുന്നവരുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, എൻ്റെ പാപം കണ്ടുള്ള ദുഃഖം. എൻ്റെ പാപം ഞാൻ കാണുന്നു, എൻ്റെ പാപ സ്വഭാവം ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എന്തെല്ലാം സ്വഭാവം എന്നിലുണ്ട് എന്ന് കണ്ട് ഞാൻ കരയുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ദുഃഖം. ആത്മാവിന് വേണ്ടിയുള്ള ദുഃഖം, ആത്മാവിന് വേണ്ടിയുള്ളതായ കരച്ചിൽ, ദൈവത്തിൻ്റെ ദുഃഖം കണ്ടുള്ളതായ എൻ്റെ ഹൃദയത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ വേദന, എൻ്റെ പാപം ദൈവം കാണുന്നത് പോലെ തന്നെ ഞാനും കണ്ട് ദുഃഖിക്കുന്നതായ ദുഃഖം, എൻ്റെ സ്വഭാവത്തിൻ്റെ മാലിന്യം ദൈവം കണ്ട് ദുഃഖിക്കുന്നത് പോലെ ഞാനും കണ്ട് ദുഃഖിക്കുന്നതായ ദുഃഖം, അതാണ് സാക്ഷാത്തായ കരച്ചിൽ. അവിടെ ദൈവം പ്രസാദിക്കും. കാരണം തിരുവചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യം, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കും. വചനത്തിങ്കൽ വിറച്ചുകൊണ്ട് അരിഷ്ടതയോടെ, ഹൃദയം തകർന്ന് മുറിഞ്ഞ മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, തകർന്ന ഉള്ളത്തോടെ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ കരച്ചിൽ, പ്രസാദകരമായ ദുഃഖം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുവീൻ, അനുതാപത്തോടെ കരയുവീൻ, പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുവീൻ, ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇടം കൊടുക്കുവീൻ. നമുക്ക് വേണ്ടി കുരിശിൽ കരഞ്ഞവൻ, നമുക്ക് വേണ്ടി 7 തിരുമൊഴികൾ ക്രൂശിൽ ഉച്ചരിച്ചവൻ, നമുക്ക് വേണ്ടി കുരിശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കരഞ്ഞവൻ, അവൻ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ മതിയായവനാണ്. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ, ഇപ്പോൾ തന്നെ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിപ്പീൻ. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുവീൻ. പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരട്ടെ. നാഥ, ഇന്നു മുതൽ സമാധാനം നിറഞ്ഞൊരു പുതിയ ജീവിതം, വിശുദ്ധി തിങ്ങുന്നൊരു പുതിയ ജീവിതം, സ്നേഹോഷ്മളമായ ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കുകയാണ്. നാഥ, എൻ്റെ ഹൃദയം നിനക്കിതാ ഞാൻ തരുന്നു. എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ. നീ വസിക്കുമ്പോൾ ദുഃഖം മാറും, നീ വസിക്കുമ്പോൾ സമാധാനം വരും, നീ വസിക്കുമ്പോൾ സ്നേഹം നിറയും. നാഥ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ എൻ്റെ ഹൃദയം സ്വർഗമായി മാറും. യേശുവേ, നീ വസിക്കുന്നിടമാണ് സ്വർഗം. എൻ്റെ ഹൃദയം സ്വർഗമായി മാറും. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അമ്പരപ്പും ഭീതിയും ഭാരവും ക്ലേശവും പ്രതിസന്ധിയുമുള്ള ഈ ലോക ജീവിതത്തിൽ സമാധാനം തരുവാൻ അവിടുന്ന് ഇന്നും മനസ്സിലുള്ളവനായി ഞങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കണമേ. ആണിപ്പാടുള്ള കരം കൊണ്ട് കണ്ണുനീരൊപ്പി മാറ്റണമേ. ദുഃഖങ്ങൾ അകറ്റണമേ. സമാധാനം ഹൃദയങ്ങളിലേക്ക് പകരണമേ. കുടുംബശാന്തി അയക്കണമേ. സകല പാപദോഷങ്ങളും ശാപദോഷങ്ങളും മാറ്റണമേ. വ്യാധികൾ നീക്കണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ.
എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.